ഹായ് ഹലോ, നമുക്ക് പെട്ടെന്നൊരു മീൻ കറി വെച്ചാലോ? ഞാനിവിടെ മത്തിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ചേർക്കാനുള്ള സാധനമായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള, ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. അതിൽ സവാള ചെറിയ കഷ്ണമായിട്ട് ക്യൂബ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്ത്, ഒരുപാട് അരഞ്ഞു പോകരുത്, എന്നാൽ ജസ്റ്റ് ഒരു ക്രഷ് പരുവത്തിലോട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിനകത്തോട്ട് ചെയ്യാം. എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ്. ജസ്റ്റ് ഒറ്റ കറക്റ്റിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരുവം കിട്ടും. ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത്, ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, ചട്ടിയിലോട്ട് നമ്മുടെ ഈ അരച്ചുകൊണ്ട് വന്ന സാധനം എല്ലാം ഇടുക. അതിലോട്ട് പച്ചമുളക്, കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മീൻ ആവശ്യമായിട്ടുള്ള പുളി എടുത്ത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് കഴുകി മാറ്റി വെച്ചാലും മതി. അത് പിന്നെ നമ്മളുടെ എടുത്ത് വെച്ച ഇതിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടി, ഞാനത് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇച്ചിരി കൂടിപ്പോയി, അത് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കാറില്ല. പിന്നെ ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതെല്ലാവരുടെയും ഇഷ്ടമാണ്. എരിവും ഉപ്പുമൊക്കെ എല്ലാവരുടെയും ഇഷ്ടമാണ്. ഞാൻ അതിലോട്ട് പുളി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്ത് ഇച്ചിരി ഞാൻ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം, സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അത് എല്ലാം കൂടെ ഒന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നല്ല ജസ്റ്റ് ഒന്ന് എല്ലാം മുളക് പൊടി എല്ലാം മസാലാസ് എല്ലാം അതിനകത്ത് പിടിക്കുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ജാറിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുളക് പൊടി ഞാൻ കഴുകിയിട്ടാണ് കളറിലിരുന്നത്. അത് നേരെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു, കലക്കി എടുത്തിട്ട് അതിനകത്തോട്ട് മീനിട്ട് കൊടുത്തു. അത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അത് വറുക്കാനെടുക്കാം നമുക്ക്. അത് ആവശ്യത്തിനുള്ള മീൻ അതിനകത്തിട്ടിട്ടു, നേരെ ഗ്യാസിലോട്ട് വെച്ചു. ഫ്ലെയിം കൂട്ടിയാണ് വെക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നല്ലപോലെ തിളവന്നൊരു മീഡിയം വേവൊക്കെ ആയി വരുമ്പോഴത്തേക്കും മാത്രമേ നമ്മൾ കുറച്ചിടത്തുള്ളൂ. ഇപ്പുറത്ത് ഞാനത് പെട്ടെന്ന് തന്നെ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് ഫുഡ് കൊടുക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്ത് മസാലയൊക്കെ പുരട്ടിയിട്ട് മീൻ വറുക്കാനിടുന്നുണ്ട്. ഞാൻ വറുക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ചേർക്കും, അപ്പോൾ നമ്മൾ അടിക്ക് പിടിക്കത്തുമില്ല, മീൻ വറുത്തതിന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്തു. സൺഫ്ലവർ തന്നെയാണ് വറുക്കുന്നത്. ഞാൻ കൂടുതലും ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ വറുക്കുന്ന ടേസ്റ്റാണ്, പക്ഷെ കൂടുതലും സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മീൻ കറി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. നല്ല തിളയായി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി, നിങ്ങൾക്ക് ചട്ടി ഒന്ന് ആട്ടിയെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം, സ്പൂൺ കൊണ്ട് ഇളക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞ് അതിലോട്ട് 2-3 സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്ത് വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞ് ഒന്ന് തിളയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിയുമ്പോൾ പരുവത്തിൽ കിട്ടും. സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.